guys, it's me Naftar and welcome to my vlog. അപ്പോൾ ഇതേ സൂര്യനെ കുതിച്ച് പൊങ്ങണ കാണുമ്പോൾ തന്നെ അറിയാം സമയം രാവിലെയാണ്. നമ്മളിന്ന് ചെറിയൊരു മോർണിംഗ് റൈഡ് പോകണുണ്ടോ. അപ്പോൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. അപ്പോൾ സ്ഥലം നമ്മുടെ അരീക്കൽ വെള്ളച്ചാട്ടം എന്ന് പറയും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു 45 കിലോമീറ്റർ ഉണ്ടാവും വൺ സൈഡ്. അപ്പോൾ അതേ രാവിലെ തന്നെ സൈക്കിളോട് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴി സ്റ്റാർട്ടിങ് തന്നെ കൊള്ളാം കേട്ടോ. അതായത് നല്ലൊരു കിടിലൻ സൺറൈസ് കിട്ടി. ആ ഒരു വൈബിൽ ഇങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ നമ്മുടെ രാമമംഗലം ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പെയ്തേക്കണ കാരണം നൈസ് ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അത് കാരണം ചവിട്ടാനുള്ള മടുപ്പൊക്കെ പോയി. എത്ര ദൂരം വേണേൽ ചവിട്ടി പോവാം, അങ്ങനത്തെ മൈൻഡാണ്. അപ്പോൾ നമുക്ക് പോണ വഴിക്കത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവാം. അപ്പോൾ എല്ലാവരും വായോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ ചെയ്താറേ മഴ പെയ്ത് നല്ല രീതിക്ക് തോർന്ന് നടപ്പുണ്ട്. അപ്പോൾ അത് കാരണം പോകാനായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. റോഡൊക്കെ എല്ലാം നനഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പുണ്ട്. പിന്നെ ഇതിലെ കൂടുതൽ എന്ത് വേണം നമുക്ക്, അങ്ങോട്ട് പോവാ. എന്തായാലും ഒരു മഴ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മഴയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെ. വ്യൂ ഒക്കെ നോക്കി പൊളിയല്ലേ. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ രാമമംഗലം പാലത്തിൻ്റെ മേളിലായിട്ടാ. ഇപ്പോൾ രാമമംഗലം പാലത്തിൻ്റെ മേളിൽ നിന്ന് കാണുമ്പോൾ വ്യൂ ആണ് ഈ കാണണം. ഇപ്പോൾ മഴക്കാലം ആയത് കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കയറി സെറ്റായിട്ട് ഇപ്പുണ്ട്. ഈ കാണുന്നത് ഒരു ചെക്ക് ഡാം സെറ്റപ്പാണെന്ന് തോന്നണം കേട്ടോ. കാരണം ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഇവിടെ വെള്ളം കുറവായത് കാരണം മറ്റേ ആ കെട്ടീനെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ തീർത്ത് നമുക്ക് നൈസായിട്ട് ചലിക്കാൻ അങ്ങോട്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്ട ഒരു സ്ഥലത്ത്. ഇവിടെ നിന്ന് ഒരു നിസ്സാര കിലോമീറ്റർ ഉള്ളു. അപ്പോഴേക്കും എന്തേ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടി. മഴ ഞാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ആലോചിച്ചിങ്ങനെ വന്നായിരുന്നു. കറക്റ്റായിട്ട് ഇതേ മഴയും കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിസ്സാര കിലോമീറ്റർ ഉള്ളു, അത് കുഴപ്പമില്ല. റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ കയറാം. അപ്പോൾ അതേ നമ്മളങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് ഉണ്ടേ. 20 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കാം. അതേ മഴ നൈസായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനത്തെ ഒരു വഴിയാണ്, കല്ലുരിച്ച വഴിയാണ്. ഈ വഴി നേരെ ഇറങ്ങി ചെന്ന നേരെയിലാണത് വെള്ളച്ചാട്ടത്തിൻ്റെ കട. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം ഫുള്ള് കാണാൻ രസമുണ്ട് കേട്ടോ. നല്ല പച്ചയൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നിയമപരമായ മുന്നറിയിപ്പെട്ട ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം, നല്ലതായിരിക്കുമേ. അപ്പോൾ അതെ ഇതാണ് കേട്ടോ വാട്ടർഫോൾസ്, അരീക്കൽ വെള്ളച്ചാട്ടം. അപ്പം മഴയൊക്കെ പെയ്ത് സെറ്റായിട്ടിരിക്കണ കാരണം തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമൊഴുക്കുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നത് ഫുള്ള് കലക്ക വെള്ളം കേട്ടോ. നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുളിക്കാറ് തോന്നിയാൽ. അങ്ങനെ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോഴുണ്ടോ. ഇവിടെ നിന്ന് 3-3.5 കിലോമീറ്റർ മാറി കഴിയുമ്പോൾ കൊച്ചരീക്കൽ കേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാമേ.
അങ്ങനെ ഇതാണ് കൊച്ചരികൽ കേവ്സ്. ഇത് ശരിക്കും ഒരു കാടിനകത്ത് ചെറിയൊരു കേവും ഒരു കുളവും കൂടി ലൊക്കേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ അരീക്കലോടെ ചടുത്ത് ഇറങ്ങിയ പോലെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ കേവിൻ്റെ അടുത്തേക്ക് എല്ലാം പറ്റും നമുക്ക്. ആ നേരെ കാണാനുണ്ട് കേവ്. അതിനോട് കൂടി തന്നെ ഇവിടെ ഒരു കുളവും കൂടിയുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിക്കിൻ്റെ വെബ് സീരീസിനകത്തൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. ഇത് ശരിക്കും ഇവിടുത്തെ ആൾക്കാർ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമുണ്ടോ. നല്ല തെളിഞ്ഞ ക്ലിയർ വെള്ളമാണ്. ഇവിടെ അടുത്തൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കുടിവെള്ളം മലിനമാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ഈ കുളം. ഈ കുളത്തിലെ വെള്ളം നമ്മൾ ദൂരം നോക്കുമ്പോൾ നല്ലൊരു ബ്ലൂയിഷ് ടോണിലാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒന്നും വലിയ ആഴമില്ലാത്ത കാരണം ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കാറുണ്ട്. അപ്പോൾ അതേ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.